സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം ബുദ്ധിമാന്മാരിൽ നിന്ന് ദൈവവചനം മറച്ചിരിക്കുന്നു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു എന്നാണ്. ഇത് ഇന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാനൊരു ടോക്ക് കേട്ടു, ഒരു ബിഷപ്പിൻ്റെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കന്യകയുടെ ഉദരത്തിലാണ് ഈശോ ജനിച്ചത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയായിരുന്നു, നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു മീനിങ് പറയുകയാണ്, കന്യക ആയിരിക്കണം എന്ന്. എന്താണ് കന്യകാത്വം? അത് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ഇതുപോലൊരു നിഷ്കളങ്കത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വചനം മനസ്സിലാകുകയുള്ളൂ. മറ്റെല്ലാം കൂടി അടക്കി വച്ചിരിക്കുന്നിടത്ത് വചനം മനസ്സിലാവില്ല. പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ തനിമ പോലെ നമ്മളിലേക്ക് വചനം പെയ്തിറങ്ങിയാൽ വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാകും. മറ്റാരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയിലെ അവനെ സംസ്കരിക്കാനാവൂ. മറ്റാരും കയറിയിട്ടില്ലാതെ കഴുതപ്പുറത്തെ അവന് കയറാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് വചനം മനസ്സിലാകണമെങ്കിൽ ഒത്തിരി പഠിക്കാനൊന്നും പോകണ്ട, ഹൃദയം നിർമ്മലമാക്കിയാൽ മതി. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.